എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിർബന്ധമായി കാണേണ്ട വീഡിയോ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കായി ഇത് അയച്ചു കൊടുക്കുകയും വേണം. ശ്രീ വടയാർ സുനിൽ, അദ്ദേഹം ഒരു പ്രമുഖനായ ദേശീയവാദിയായ ഹിന്ദുവായ മാധ്യമ പ്രവർത്തകനാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ഹിന്ദു ക്രിസ്ത്യൻ മരണനിരക്ക് ജനന നിരക്കിനേക്കാൾ ഉയർന്നു എന്ന അലാർമിംഗ് ആയ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പല മുഖ്യധാരാ മാധ്യമങ്ങളും വിഷയം സെൻസിറ്റീവ് ആയതുകൊണ്ട് എടുക്കാൻ മടി കാണിക്കുകയുണ്ടായി. ഞാൻ ഒന്ന് രണ്ട് ചാനലുകളിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച എടുക്കണം എന്ന് വളരെ പ്രമുഖരായ ആങ്കേഴ്സിനോട് പറയുകയുണ്ടായി. ഹിന്ദുക്കളായ ആങ്കേഴ്സ് ആണ്. അവർ പറയുന്നു ഞങ്ങൾക്ക് അത് ഒന്നുകൂടെ ആലോചിച്ചിട്ടാകാം, കാര്യം വിഷയം വളരെ സെൻസിറ്റീവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ശ്രീ വടയാർ സുനിലിന് ഇന്ത്യ ലൈവിന് അത് പുറത്തു കൊണ്ടുവന്നതിൽ വളരെയധികം അഭിനന്ദനം നൽകുന്നു. അവരുടെ വീഡിയോയിലേക്കും കൂടെ ഒന്ന് പോവാം. കാര്യം എല്ലാവരും ഇതിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹം മുസ്ലിം വിരോധത്തിന്റെ ടോൺ ഇല്ലാതെ ഈ വിഷയം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പൊതുവെ ജനസംഖ്യ, കുട്ടികൾ, എത്ര കുട്ടികൾ ജനിക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയയും മലപ്പുറം വിരോധവും അനാവശ്യമായി നമ്മുടെ പല മാധ്യമപ്രവർത്തകർക്കും കയറി വരും. അതിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കൊണ്ടാണ് കേരളവും മലയാളികളും എന്ന സമൂഹം നിലനിൽക്കുന്നുവെന്ന് ഹിന്ദു പക്ഷത്തേക്ക് ശക്തമായി നിൽക്കുന്ന ശ്രീ വടയാർ സുനിൽജി പറയുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയ, ഫാക്ട് ഓറിയന്റഡ് ആയ അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ കേൾക്കേണ്ടത് തന്നെയാണ്, വളരെ പ്രസക്തവുമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ വീഡിയോ കാണാം, എന്നിട്ട് അതിന്റെ ലൈവ് കമന്ററി കൂടെ നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. നമ്മുടെ ഒന്ന് രണ്ട് BJP സുഹൃത്തുക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എടുത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. വളരെ ഓരോ മലയാളിയും, വിശിഷ്യ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കേൾക്കേണ്ടതും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങളെ കേൾപ്പിക്കേണ്ടതുമാണ്. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ചത്തു തിരികെയാണ്, സത്യമാണ്. മുസ്ലിങ്ങൾ മാത്രം നിലനിൽക്കുന്നു. ഇത് ഇന്നത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു വാർത്തയാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള വാർത്തയല്ല. സംസ്ഥാന സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അതായത് ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ മുഖ്യധാര സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ള ബഹുസ്വരത ഉയർത്തിപ്പിടിച്ച ഇന്ത്യയിൽ ജേർണലിസ്റ്റിന് വേണ്ടി പോരാടിയ ഒരു പ്രമുഖ മുഖ്യധാരാ മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് 2023 കണക്കാണ്. 2023 ശേഷം 26 അതിനുശേഷമുള്ള കണക്കിൽ കിട്ടിയിട്ടില്ല. കാരണം അത് കണക്ക് അങ്ങനെ പുറത്തു വിടാൻ പറ്റത്തില്ല. പക്ഷെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് പുറത്തു വെച്ചിട്ടിരിക്കുന്ന കണക്ക് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് ഈ 2023 കണക്ക് ശ്രീ MS വൈദ്യനാഥനാണ് അത് കൊടുത്തിരിക്കുന്നത്. 2023 1,58,399 ഹിന്ദു ജനനങ്ങളുണ്ടായി, ഹിന്ദു കുട്ടികളുണ്ടായി. പക്ഷെ മരണം 1,58,000 ഹിന്ദുക്കൾ ജനിക്കുമ്പോൾ 1,80,000 ഹിന്ദുക്കൾ മരിക്കുകയാണ്. അതായത് ഓരോ വർഷവും 22,000 ഹിന്ദുക്കൾ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ശരിക്കും 1,50,000, ഞാൻ ഇന്നലെ ഈ വിഷയമാണ് സുനിജിയോട് സംസാരിച്ചത്, ശരിക്കും 1,58,000 അല്ല, കണക്ക് പ്രകാരം നമുക്ക് ജനിക്കേണ്ടത് ഏകദേശം 2,30,000 2,40,000 ഹിന്ദു കുട്ടികളാണ്. അതായത് ഒരമ്മയുടെ വയറ്റിൽ, ഒരു അമ്മച്ചിയുടെ വയറ്റിൽ, ഒരു ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ഉണ്ടാകണം. റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് അത് ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം. ക്രിസ്ത്യാനികൾക്ക് അത് 56,000 ക്രിസ്ത്യാനികൾ ജനിക്കുമ്പോൾ 62,000 ക്രിസ്ത്യാനികളാണ് മരിക്കുന്നത്. അതായത് 6,000 ക്രിസ്ത്യാനികൾ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ 22,000 ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഏകദേശം 2 ലക്ഷം ഹിന്ദുക്കൾ അങ്ങനെ തന്നെ മരണത്തിലൂടെ തന്നെ കുറയും. നമ്മുടെ മുസ്ലിം ജനസംഖ്യ 1,76,000 നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ജനിക്കുമ്പോൾ 59,000 പേരാണ് മരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ക്ലോസ് നിറ്റ് ആണ്, പരസ്പരം സപ്പോർട്ടീവ് ആണ്. നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾ അത് ക്യാച്ചപ്പ് ചെയ്യും. ക്രിസ്ത്യൻ സമൂഹത്തിന് പിന്നെയും ഡിഫറൻസ് കുറവാണ്. ഇനി അവർ ഫെർട്ടിലിറ്റി റേറ്റിലൊക്കെ തിരിച്ച് ക്യാച്ചപ്പ് ചെയ്യാൻ നമ്മുടെ എല്ലാ പ്രമുഖ ക്രിസ്ത്യൻ സഭകളും, കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ ആഞ്ഞ് ശ്രമിക്കുന്നു. 1,80,970, അതായത് ജനിച്ച കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചു ഹിന്ദുക്കൾ. അതായത് 22,572 പേർ ജനനത്തെക്കാൾ കൂടുതൽ മരിച്ചു. മനസ്സിലായില്ലേ? മരിച്ച അത്രയും ആളുകൾ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ജനനവും മരണവും തുടർന്നാൽ ആ കമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവും. ക്രിസ്ത്യാനിയുടെ അവസ്ഥ ദയനീയമാണ്. 56,810 ജനനങ്ങളാണ് ക്രിസ്ത്യാനിക്കുണ്ടായത്. 62,000 മരണം, അതായത് ഏകദേശം 6,000-ഓളം. 1,76,312 ജനനമുണ്ടായി. മരണം 59,000. ബാക്കി 2 നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അവിടെ ഇത് തമ്മിൽ ജനനവും മരണവും തമ്മിലുള്ള വ്യത്യാസം
മുസ്ലിം സമുദായത്തിൽ 1,16,771 സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കറക്റ്റാണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ വീക്കാണ്. അതായത് രണ്ട് സമുദായങ്ങൾ, ക്രൈസ്തവരും ഹിന്ദുക്കളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ജനനത്തെക്കാൾ കൂടുതലാണ് മരണം. എന്നാൽ മരണത്തെക്കാളും വളരെ കൂടുതലാണ്, മരണത്തിന്റെ 3 ഇരട്ടി അടുത്താണ് ജനനം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കാണ് നോർമൽ, നമുക്കാണ് അബ്നോർമൽ അവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും ജനന നിരക്ക്, കേരളത്തിൽ ജനസംഖ്യ കൂടുന്നുണ്ട്. ജനസംഖ്യ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കൂടുന്നത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ ജനിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ജനസംഖ്യ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതായത് മുസ്ലിങ്ങളുടെ ജനസംഖ്യയും ജനനത്തെക്കാൾ കൂടുതൽ മരണമുണ്ടായാൽ കേരളത്തിൽ ജനസംഖ്യ ഇല്ലാണ്ടായി കേരളം എന്ന് പറയുന്ന ഈ സമൂഹം ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ അല്പമെങ്കിലും കേരളം നിലനിൽക്കാൻ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ കണക്കിന് പോയാൽ ഇല്ലാതാവും. 20 അല്ല, കൃത്യം പറഞ്ഞാൽ 100 വർഷമാണ്. അതായത് അത് ഞാൻ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതൊരു പ്രധാനപ്പെട്ട യാർഡ് സ്റ്റിക്ക് ആണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഡെമോഗ്രഫിക് ഇംപ്ലോഷൻ അഥവാ ജനസംഖ്യാ ഉൾസ്ഫോടനത്തിന്റെ, ജനസംഖ്യ ഇല്ലാതാകുന്നതിന്റെ ഒരു പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു ഗ്രാഫ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഗ്രാഫ് നിർബന്ധമായിട്ടും നമ്മുടെ ആൾക്കാർ കണ്ടു പഠിക്കേണ്ട ഒരു ഗ്രാഫാണ്. ഞാൻ ആ ഗ്രാഫും കൂടി എടുക്കാം. കാരണം ഈ ഗ്രാഫിന്റെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ലോകത്തിൽ ആകെ 100 മനുഷ്യരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും വേണ്ട, 100 മനുഷ്യരെ ലോകത്തിൽ ആകെ ഉള്ളൂ. 50 ആണും 50 പെണ്ണും. അവർ കല്യാണം കഴിച്ചവർക്ക് ഒരു കുട്ടി മാത്രം ഉണ്ടായാൽ അടുത്ത തലമുറയിൽ എത്ര കുട്ടികൾ ഉണ്ടാകും? 50 കുട്ടികൾ ഉണ്ടാകും. അതായത് 100 എന്നുള്ളത് ഒരു കുട്ടി മാത്രമാണ്.
2013 ഹിന്ദു ജനനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 2,31,000 2,30,31,000 ആയിരുന്നു 2013 ഹിന്ദുക്കൾ ജനിച്ചിരുന്നത്. ഇന്നത് 1,50,000 കുറഞ്ഞു. ശരിക്കും 2.1 എന്ന ഫെർട്ടിലിറ്റി റേറ്റ് വെച്ച് ഏകദേശം 2,40,000 ചില്ലുവാനുമാണ് വേണ്ടത്. അത് നമുക്കില്ല. അതായത് ഓരോ വർഷവും നമുക്ക് 50,000-ഓളം കുട്ടികൾ 90,000-ഓളം കുട്ടികൾ ഇല്ലാതാകുന്നു. അത് എന്തുകൊണ്ടാണ്? അതും കൂടെ പറയാം. 10 വർഷം കൊണ്ട് 50,900 ക്രിസ്ത്യാനികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇനി ഇദ്ദേഹം പറയുന്ന ഒരു രസകരമായ പോയിന്റ് ഉണ്ട്. പറയുന്നത് കേരളം തുടങ്ങി ഇതിന്റെ താഴാക്കാൻ പറ്റുണ്ടാവും. പക്ഷേ ഇതും പിള്ളേരെ ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇവിടെ നമ്മുടെ താഴെ വന്നിട്ട് സ്വാഭാവികമായും വരുന്നൊരു കണക്ക്, എടാ ഞങ്ങളൊക്കെ മുസ്ലിം പിള്ളേർ നന്നായിട്ട് പിള്ളേരെ ഉണ്ടാക്കുന്നുണ്ട്, നിനക്കൊന്നും പറ്റാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് കമന്റ് ഇടുന്ന ആളുകളെ കാണാം. താഴാക്കാൻ പറ്റുണ്ടാവും. പക്ഷേ ഇത് പറയാൻ പാടില്ല. ഇതാണ് കേരളത്തിലെ ഡെമോഗ്രാഫിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് ശഠിക്കുന്നത്. പറഞ്ഞ വർഗീയതയാണ്. അതെന്തിനാ വർഗീയതയാവുന്നത്? സർക്കാരിന്റെ കണക്കാണ്. സർക്കാർ അതായത് ഇവിടെയാണ് സുനിൽജിയുടെ ടോണിന്റെ മെച്ചം. അതായത് ഇത് മുസ്ലിം അപരത്വം ഇല്ലാതെ പറയുന്ന ആൾക്കാരുണ്ടാകണം. ഞാനെന്ന രാഹുൽ ഈശ്വർ കഴിഞ്ഞ 10 വർഷം ഇതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരോധമില്ലാത്ത ഹിന്ദു ഐക്യം, മുസ്ലിം അപരത്വം ഇല്ലാത്ത ഹിന്ദു സ്വത്വം, മുസ്ലിം കുട്ടികളിൽ ജനിക്കുന്നു എന്ന പേടി ഉണ്ടാകാതെ ഹിന്ദു കുട്ടികൾ ജനിക്കുന്നില്ല എന്നുള്ള സത്യം പറയാം. ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് കേരളം ചർച്ച ചെയ്യുന്നത്? അപ്പൊ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത് ഇവർ പറയുന്ന പോലെ ഹിന്ദുക്കൾക്ക് ഉൽപാദന ശേഷി കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല. പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദുക്കളിൽ ഇപ്പൊ നിൽക്കുന്ന എന്താണ് ഏറ്റവും കൂടുതൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലെ. ചെറുപ്പക്കാരൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ നടക്കാം, ജോലി കിട്ടിയിട്ട് മതി കല്യാണം, അപ്പൊ നമുക്ക് ഒരു സെറ്റിലായിട്ട് മതി. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ സുഹൃത്തിന്റെ മകളുടെ കല്യാണം വീട്ടിൽ 2 മണിക്കൂർ പ്രേക്ഷകർക്ക് തോന്നുന്നു വന്ന് കാണുന്ന കാഴ്ച എന്നറിയാം. പെൺകുട്ടി എന്റെ ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളുമാണ് സാധാരണ മനുഷ്യന്റെ പുരോഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിക്കുക, വിദ്യാഭ്യാസം നേടുകയും ചെയ്യുമ്പോ ഇങ്ങനെയാവും. അല്ല, കുട്ടികൾ മനുഷ്യൻ സാധാരണ പുരോഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഈ തെറ്റാണ് ഹിന്ദുക്കളുടെ മനസ്സിൽ, നമ്മൾ ഹിന്ദുക്കളുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളാം. കാണുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത് ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളുമാണ്. സാധാരണ മനുഷ്യന്റെ പുരോഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ പുരോഗമിക്കുക, വിദ്യാഭ്യാസം നേടുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയാവും. അവൻ വിവാഹം വേണ്ടാതെങ്കിൽ കുട്ടികൾ. അതായത് അതെന്ത് തരം ലോജിക്കാണ്? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുട്ടികൾ വേണ്ടെന്ന് നോക്കൂ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കല്യാണവും കുടുംബവും വേണ്ടെന്ന് നോക്കൂ. പക്ഷെ അദ്ദേഹം പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചിരിക്കുന്നതാണ്. അതായത് പുരോഗമനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബം പാടില്ല, പുരോഗമനം എന്ന് പറഞ്ഞാൽ കല്യാണം പാടില്ല, പുരോഗമനം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാടില്ല, മോഡേൺ ആണെന്ന് പറഞ്ഞാൽ ഈ തെറ്റായ അൾട്രാ ലിബറൽ ചിന്താഗതി നമ്മുടെ തലച്ചോറിൽ കുത്തിവെച്ചിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്ത്യാനികൾ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ തന്നെ പല ക്രിസ്ത്യൻ വേദികളിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്യാണം ഒരു 10, 25, 28 റേഞ്ചിനുള്ളിൽ ഉണ്ടാകണം. ആദ്യ കുട്ടി ഒരു 30 വയസ്സിനുള്ളിൽ ഉണ്ടാകണം. രണ്ടാമത്തെ കുട്ടി ഒരു 35 വയസ്സിന് അല്ലെങ്കിൽ 36, 37 വയസ്സ്, ആണിനാണെങ്കിൽ 37 വയസ്സിന് മുമ്പ് ഉണ്ടാകണം. ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മളൊരു വലിയ കൊളാപ്സിലേക്ക് പോവുകയാണ്. കുമ്പനാട് പ്രേതനഗരമായി മാറിയതുപോലെ കേരളം ഒരു പ്രേത സംസ്ഥാനമായി മാറും. നമ്മൾ ഹിന്ദുക്കൾ ഇല്ലാതാകും. ഈ തിരിച്ചറിവ് വേണം. ഇത് പറയുമ്പോൾ മുസ്ലിം വിരോധം ഉണ്ടാക്കാനായി പറയരുത്, മുസ്ലിം വർഗീയതയായി പറയരുത്, മുസ്ലിങ്ങളെ വെറുപ്പിക്കാനായി പറയരുത്. കാര്യം മുസ്ലിം ജനസംഖ്യ നോർമലും ഓക്കെയുമാണ്. ഹിന്ദു ജനസംഖ്യയാണ് കുറയുന്നത്, ക്രിസ്ത്യൻ ജനസംഖ്യയാണ് കുറയുന്നത്. അതിൽ ഹിന്ദു ജനസംഖ്യ അപകടകരമായ രീതിയിൽ കുറയുകയാണ്. ഈ വിഷയം വടയാർ സുനിൽജി റേസ് ചെയ്യുന്ന ശ്രീ പ്രിയനാണെന്ന് തോന്നുന്നു, അദ്ദേഹം റേസ് ചെയ്യുന്നതിന് സന്തോഷം. വടയാർ സുനിൽജി ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യട്ടെ. മുസ്ലിം വിരോധമില്ലാത്ത, ഹിന്ദുവിന് നന്മ വരുന്ന ഇത്തരം വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും അത് വളരെ സെക്കുലറായി, വളരെ പ്ലൂറലിസ്റ്റിക്കായി, വളരെ ബഹുസ്വരമായി, മതസൗഹാർദ്ദമായി നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയട്ടെ. സുനിൽജിക്ക് സല്യൂട്ട്.